ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാധാരണ കടല സിമ്പിളായിട്ട് എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. ഒരു കപ്പിൽ 50 ഗ്രാം അളവ് കൊള്ളണ ഒരു കപ്പിൽ 50 ഗ്രാം തലേന്ന് രാത്രി കുതിർത്ത് വെച്ച കടല, പിന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സബോള, 2 പച്ചമുളക്, വേപ്പില എല്ലാം കൂടി കഷ്ണങ്ങളാക്കി, ഒരു തക്കാളി ഒക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടണം. കടല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ടു. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, തക്കാളി ഒന്ന്, ഒരു സബോള, 2 പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ചെറിയ ഒരുവിധം മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, ഇഞ്ചി ചതച്ചത്, കയ്യിലേക്ക് കുറച്ച് ഉപ്പിട്ടു, ഇഞ്ചി ചതച്ചത്, വേപ്പില, പച്ചമുളക്, കൂടാതെ ഒരു ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലയുടെ പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതും ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കയ്യിലേക്ക് ഇട്ടിട്ട് ചതച്ച ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു ഉള്ളിയുടെ മണത്തിന് കുറച്ച് 2 കഷ്ണം സബോളയും എല്ലാം കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി ഇതിൽ കൂടെ ചേർക്കണം. അത് നല്ലപോലെ തിരുമ്പി ചേർക്കണം. മസാലകളും എല്ലാ കഷ്ണവും കടലയും ഒക്കെ കൂടിയിട്ട് നന്നായി തിരുമ്പി ഇത് ഒന്നായി ചേർക്കണം. നല്ലപോലെ അത് മിക്സ് ആകാൻ കഴിക്കണം. അതിൽ നല്ലപോലെ തന്നെ ചേർത്ത് തിരുമ്പണം. പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു വലിയ ഗ്ലാസ്സിൽ തന്നെ ഒരു 300 ലിറ്റർ കൊള്ളണ വെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതങ്ങനെ ആ വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വയ്ക്കുക. പിന്നീട് ഒരു 5-6 വിസിൽ വരുന്നവരെ അതങ്ങനെ വയ്ക്കുക കുക്കറിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫാക്കി വയ്ക്കാം. നന്നായിട്ട് ആറി തണുക്കുമ്പോൾ കുക്കർ തുറന്നിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയ്ക്കണം. കുക്കർ തുറന്നിട്ട് നന്നായിട്ട് കടലൊക്കെ നന്നായി വെന്തുണ്ട്. അതിൽ കടല പിന്നെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ച് ചേർക്കണം. അപ്പോൾ ഒരു കൊഴുത്ത കറിയായി കിട്ടാൻ വേണ്ടിയിട്ടാണത്. എല്ലാ കഷ്ണങ്ങളും കൂടി ഉടച്ചിട്ട് അതിൽ ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കണം. മുളക് പോരാ എന്നുണ്ടെങ്കിൽ ഉള്ളി മൂപ്പിക്കണ കൂടെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് ചേർക്കാം. ഇതിലിപ്പോൾ ഒക്കെ പാകമാണ്. അപ്പം അതിൽ മല്ലി പുതിന ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽ ഇടണം. പിന്നീട് ഉള്ളി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് ഒരു 4 ചെറിയ ഉള്ളി, ഒരു വലിയ ഇടത്തരം വലിപ്പമുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 എടുത്താൽ മതി. അത് ചെറുതാണെങ്കിൽ 5-6 ഇടാം. അങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി കരിയാതെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കും. അപ്പോൾ നല്ലൊരു സ്വാദുള്ള കറിയായിരിക്കും. ഈ വീഡിയോ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ആവശ്യക്കാർക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റിയ കറിയാണ്. അത് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട് വീട് വിട്ട് താമസിക്കുന്ന കുട്ടികൾക്ക്, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ വയ്ക്കാൻ പറ്റിയ സൗകര്യപ്രദമായിട്ട് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ്. അത് കറി സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയും കൂടിയാണ്. ഓയിലൊന്നും അധികം ഉപയോഗിക്കണില്ല. കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നുള്ളതിൽ. ചെറുതായിട്ട് ഉള്ളി മൂപ്പിക്കാൻ മാത്രം. പിന്നെ കുറച്ച്
അതിൽ ഒഴിക്കാനും ഉള്ളിലൊഴിക്കാനും കൂടിയിട്ട് കുറച്ച് മാത്രമേ വേണ്ടൂ. 1-2 ടീസ്പൂൺ ഓയിലൊക്കെ ഇതിലേക്ക് വരുന്നത്. മറ്റുള്ള നല്ലോണം വഴറ്റിയിട്ടൊക്കെ വയ്ക്കുമ്പോൾ അതിൽ കുറേ അധികം ഓയിലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതിലേക്ക് അങ്ങനെയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അങ്ങനെ വറ്റിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ഇടാം. കറി ആവശ്യപ്രകാരം ചൂടോടെ ഉപയോഗിക്കാം. ചപ്പാത്തിക്കും ചോറിനും എന്തിലേക്കും വേണമെങ്കിൽ കഴിക്കാവുന്ന ചപ്പാത്തി, ബ്രെഡ്, ഇതിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, കമൻ്റ് അറിയിക്കൂ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.